ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദേവി രാജ്. പ്രൊഫഷണലി ഒരു സൈക്കോളജിസ്റ്റാണ്. പീഡിയാട്രിക് എർലി ഇൻ്റർവെൻഷനിസ്റ്റായും വർക്ക് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രാണ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ള വിഷയം അഡിക്ഷൻസിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ള വ്യക്തികളുടെ ചില പൊതു സ്വഭാവങ്ങളാണ്. കാരണം നമുക്ക് ചുറ്റിനുമുള്ള പല ആളുകൾക്കും പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മൊബൈൽ അഡിക്ഷൻ ഉള്ളവരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മൊബൈൽ അഡിക്ഷൻസ് മാത്രമാണോ അഡിക്ഷൻ? നല്ല രീതിയിൽ ഡ്രഗ്സിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൽക്കഹോളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഗെയിമിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അഡിക്ഷൻ ഏത് വിഷയത്തിലും അഡിക്ഷൻ ഉണ്ടാവാം. എങ്ങനെയാണ് ഒരു വ്യക്തി അഡിക്റ്റഡ് ആണോ അല്ലയോ, അതെന്തിലും ആയിക്കൊള്ളട്ടെ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടുള്ള ചില അഡിക്ഷനിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ചില പൊതുവായ സ്വഭാവവിശേഷങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതിലും അഡിക്ഷൻ എന്നുള്ളതിലല്ല കാര്യം, അവരുടെ ബിഹേവിയറിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ അറിയേണ്ട കാര്യം, ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അതിന് പ്രധാനമായും ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി, അത് എന്തിലാണോ അഡിക്ഷൻ ഉള്ളത് അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലെങ്കിലും അതിനുമേൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത നമ്മൾ കാണിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മളെ ആ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആവട്ടെ, സിറ്റുവേഷൻ ആവട്ടെ, അതെന്തോ ആവട്ടെ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ, അതല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നോ, ആ അവസരങ്ങളിലെല്ലാം നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആവുകയും എന്ത് വില കൊടുത്തും നമുക്ക് അഡിക്റ്റീവായിട്ടുള്ള ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് മാക്സിമം എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, മൊബൈൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേരൻസ് എന്തെല്ലാം ഉപാധികൾ പറഞ്ഞ് ഈ അഡിക്ഷനിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റാൻ, അല്ലെ ആ മൊബൈൽ എടുത്ത് മാറ്റാനൊക്കെ ശ്രമിച്ചാലും ഈ കുട്ടി അത്രത്തോളം എന്താ ചെയ്യുക, അപകടകാരിയായി മാറുകയും അല്ലെങ്കിൽ ഉപദ്രവകാരിയായി മാറുക, ഉപദ്രവിക്കുക, ടാൻട്രംസ് കാണിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അഡിക്ഷൻ്റെ രണ്ടാമത്തെ ലക്ഷണം, എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, എത്ര ടൈം അവർ അതിൻ്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വസ്തുവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എത്ര റിസ്ക് എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവരൊരിക്കലും അവെയർ ആകുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഡ്രഗ് അബ്യൂസിലെത്തിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രഗ് കിട്ടുന്നതിന് വേണ്ടി ഏത് ചെയ്തുകൂടാത്ത പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയും ആ പ്രവൃത്തിയുടെ ആഴം അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നാലാമത്തെ ലക്ഷണം, അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കൂടുതലാണ്, അത് അവരറിയുന്നില്ല. അടുത്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ റിലേഷൻഷിപ്പുകളൊക്കെ ബ്രേക്കായി പോകുന്നു. ഫോർ എക്സാമ്പിൾ, വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ളവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. കോളേജിലൊക്കെ ആണെങ്കിൽ അവിടെ പോകാനോ അല്ലെങ്കിൽ അവർ സാധാരണ ടൈം സ്പെൻഡ് ചെയ്യേണ്ടവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങൾ ഇവരിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതൊരു അഡിക്ഷൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു അവസ്ഥയിലേക്ക് അവർ പോയി എന്നാണ്. കാരണം അഡിക്ഷൻ്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മാനേജബിൾ ആണ്. എന്നാൽ അതിൻ്റെ ഒരു സിവിയർ ലെവൽ എന്ന് പറയുമ്പോൾ വളരെ അഗ്രസീവായിട്ടായിരിക്കും ഇവർ നമ്മോട് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ആ അഗ്രസീവായി റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ അല്ലെങ്കിൽ വളരെയധികം അടുപ്പമുള്ള ആളുകൾ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ അഡിക്റ്റഡായ വസ്തുവായാലും സാഹചര്യമായാലും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആര് ശ്രമിച്ചാലും അതിൽ നിന്ന് അവർക്ക് മാറാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അവരെന്തിലൊക്കെയോ അഡിക്റ്റഡ് ആണ് എന്ന്. അവർക്ക് പറ്റുന്ന അവസ്ഥയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. ഇനി അഡിക്റ്റഡായ ആളുകളെ കണ്ടാൽ നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിൻ്റെ ഇൻ്റർവെൻഷന് വേണ്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏത് തരത്തിലുള്ള അഡിക്ഷനാണ് എന്ന് തിരിച്ചറിയുക, ആ തിരിച്ചറിയുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്യുക, അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴിതെളിച്ച് വിടുക. കാരണം ഇത് നിങ്ങളുടെയും നമ്മുടെയും എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.